ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ്, ഇപ്പൊ രാവിലെ എണീറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്നലെ നമ്മ ഫിലിമിനൊക്കെ പോയിട്ട് ഒരു 3 മണിയായി കിടന്നുറങ്ങിയപ്പോ വന്നപ്പോ 12 മണിയായി. പിന്നെ കിടന്നുറങ്ങിയപ്പോ 3 മണിയായി. രാവിലെ എണീറ്റപ്പോ 9:30 10 മണിയൊക്കെ ആവാറായി. ഇന്ന് റൂബേബിനെ ഡേ കെയറിൽ വിട്ടില്ല. കാരണം ഇന്നലെ ലേറ്റ് ആയി കിടന്നപ്പോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്നലെ ഫിലിമിന് പോവാൻ നേരത്ത് ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ആള് സ്റ്റെപ്പിന്ന് ഒന്ന് വീണ് ചുണ്ടിന്റെ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി. അപ്പൊ അതും ഒരു കാരണമായിട്ട് ഇന്ന് വിട്ടില്ല. അപ്പൊ രാവിലെ എണീച്ച് അപ്പു ഒരു 8:30 തന്നെ അപ്പു പുറത്തോട്ട് പോയി. കാരണം രാവിലെ എണീച്ചിട്ട് വിശക്കണം, ഞാൻ പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പു പോയി. നാസ്ത പുറത്തുനിന്നാക്കി. കാരണം ഞാൻ ഇനി എണീറ്റ് ഫുഡ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും അപ്പൊക്ക് പ്രാന്താകും വിശന്നിട്ട്. അപ്പൊ പുറത്തോട്ട് അയാള് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് എന്നെ വിളിച്ച് ചോദിച്ച് എന്തെങ്കിലും കൊണ്ടുവന്ന നാസ്ത എന്തെങ്കിലും കൊണ്ടുവന്ന. ഞാൻ പറയും വേണ്ട, നല്ല ബ്രെഡൊക്കെ മേടിച്ചതും എഗ്ഗൊക്കെ ഉണ്ടല്ലോ. ബ്രഞ്ചാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പക്ഷെ എനിക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് സിമ്പിൾ ആയിട്ട് കഴിക്കണതാണ് ഇഷ്ടം. അപ്പൊ എന്ത് ചെയ്ത് ഞാൻ ബ്രെഡ് വെച്ചിട്ട് ഒരു പോള പോലെ ഉണ്ടാക്കി. ഇതൊന്നുമില്ല, എഗ്ഗും കുറച്ച് പാല്, മുട്ട, മുട്ട, എഗ്ഗും പാലും പഞ്ചസാര കുറച്ച് സോൾട്ടൊക്കെ ഇട്ടിട്ട് ഇതാക്കിയിട്ട് ഫസ്റ്റത്തെ ബാറ്റർ ഒഴിച്ച് അതിന്റെ മുഖത്ത് ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ പിച്ചിട്ട് അതിന്റെ മുഖത്ത് പിന്നെ ബാറ്റർ ഒഴിച്ചിട്ട് ഇങ്ങനെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നമ്മളിപ്പോ ഇത് കഴിക്കാൻ പോണെയാണ്. അപ്പു ഓൾറെഡി നാസ്ത കഴിച്ച്. നാസ്ത കഴിച്ചിട്ടില്ല. റൂബേബിക്ക് ഇപ്പൊ എണീച്ചപ്പോ പാലൊക്കെ ഉണ്ടാക്കി കൊടുത്ത്. പിന്നെ റൂബേബിക്ക് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം, പഴം എന്തെങ്കിലും കൊടുക്കണം. പഴം വല്ല സ്മൂത്തി ആക്കിയിട്ട് എന്തെങ്കിലും കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിൾ ആക്കി. അപ്പൊ പുറത്തുപോയി കഴിച്ചാലും ഞാൻ രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഉച്ചക്ക് നമുക്ക് നല്ല ഹെവി ലഞ്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവിടെ ഒരു 3 പേരും ഇരിക്കാനുണ്ട്. അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. എന്താണ് നിങ്ങളുടെ പ്ലാൻ? ഉച്ചക്ക് എന്താണ്? ഉച്ചക്കത്തേക്ക് ഓഫാക്കി കേൾക്കില്ല. മട്ടൻ ബിരിയാണി ഉണ്ടാകുമോ? മട്ടൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കില്ല. സിമ്പിൾ ഹെവി ലഞ്ച് പറ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ടേ ഗൈസ് പ്രോട്ടീൻ ആൻഡ് റിച്ച് എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എളുപ്പമാണല്ലോ. എന്നാലും ഒന്ന് കുഴിയെടുത്തിട്ട് അതൊരു മുട്ടയും മുഴിക്കാൻ. ശരിക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണല്ലോ, ദോശ, എന്നോട് ഞാൻ പറയും അതൊക്കെ സിമ്പിൾ ആൻഡ് റിച്ച് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഹെവി ആയിട്ട് കഴിക്കാൻ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ആൻഡ് റിച്ച് എല്ലാ സാധനങ്ങളും സ്വീറ്റ് കോൺ അതൊക്കെയാണ് പറയണത്. അപ്പൊ അത് ഞാൻ അതിന് വേണ്ട അങ്ങനെയൊക്കെ പറയണേ. 2 സവാള ഇങ്ങനത്തെ സിമ്പിൾ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാനത് പറയാറില്ല. പിള്ളേരുണ്ട്, അവരെ മുറുകി കണക്കുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറയാ ഉള്ളത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കും. അല്ലെ ഞാൻ പുറത്തോട്ട് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ വരും. ഞാൻ രാവിലെ തന്നെ പോകുമ്പോ പക്ഷേ ദിവസത്തിൽ 2 പ്രാവശ്യം ഹെവി ഉണ്ടാക്കി. ഒരു പ്രാവശ്യം ഇങ്ങനെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കോളൂ. പിന്നെ എന്റെ മോള് പിന്നെ രാവിലെ തന്നെ ഐസ്ക്രീം ഞാൻ കുറെ മേടിച്ചു കൊടുത്തു. രാത്രി 4 കറക്ക സ്റ്റെപ്പ് ചെയ്ത് പടപടെ എന്ന് പറഞ്ഞിട്ട് പൊട്ടിയിട്ട് ഒരു ബോൾ ഐസ്ക്രീമിന് ഒരു കിറ്റ് നിറച്ചു കാണിക്കാൻ നോക്കി. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അതുകൊണ്ട് നെല്ലൂത്തുണ്ട് അവിടെ ഇരുന്നിട്ട് ഇപ്പൊ ഡ്രസ് ഇട്ടിട്ട് നമ്മളറിയുന്ന ആൾക്കാരല്ലേ കാണിച്ചെടുക്കും. വലിയ ആളെ പോലെ ഒറ്റക്ക് ഇറങ്ങിയതാണ്, ഓടി ഇറങ്ങിയതാണ്. ആള് പോട്ടെ എന്ന് പറഞ്ഞല്ലേ വാപ്പി. അത് നമുക്ക് കറക്റ്റ് ഇറങ്ങാൻ നേരത്ത് മഴയും പെയ്ത് ആള് വീഴുകയും ചെയ്ത് നമുക്ക് ടെൻഷനായി പോയി വീണപ്പ. അപ്പൊ നമ്മുടെ ജലൊന്നും പറ്റിയിട്ടില്ല എന്നാണ്. അപ്പൊ തന്നെ എടുത്തിട്ട് താക്കി നോക്കിയപ്പതേ ചുണ്ടിന്ന് പൊട്ടിച്ച് ഓരോന്നി. എവിടെ വാപ്പി കാണിച്ചു കൊടുത്തേ? വാപ്പിനെ ചെയ്യണേ. മുടി എത്ര കെട്ടിക്കൊടുത്താലും തല്ലല്ലേ റുവാ, എത്ര കെട്ടിക്കൊടുത്താലും അവള് ഊരും. അവള് ജയ്സറിയിലോട്ടാ അംഗൻവാടിയിലോട്ടാ വേണ്ടാടി എന്റെ മോളെ വിടണ്ടാടി. പിന്നെ കൊറേ പേര് ചോദിക്കുന്നുണ്ട് ഡേ കെയർ ആണോ അംഗൻവാടിയാണോ? അംഗൻവാടിയാണ് സംഭവം. നമ്മൊരിതിന് പറയുമ്പോ ഡേ കെയർ എന്ന് പറയണതാണ്. പിന്നെ അവള് ഡേ കെയറിലായിരുന്നു കുറെ നാള്. അടങ്ങി റുവാപ്പി അടികൊള്ളൂട്ടോ വാപ്പിന്റെ അടികൊള്ളു നിനക്ക് കേട്ടാ. അപ്പൊ ഡേ കെയറിലായിരുന്നു. പിന്നെ ഒരു നമ്മ ഷോപ്പൊക്കെ എടുത്ത സമയത്ത് അവർക്ക് 9 മാസം 10 മാസം ഒക്കെ ആയപ്പോ ഡേ കെയറിലാക്കിയതാണ്. പിന്നെ അവിടെ നിന്ന് മാറ്റി 2-3 മാസം പോയുള്ളൂ അവിടെ നിന്ന്. ഇപ്പൊ പിന്നെ എന്തിനാണ് 2 വയസ്സ് ഡേ കെയറിലാക്കണം എന്ന് വെച്ചിട്ട്
കൊറേ പേര് ചോദിക്കാനുണ്ട്. അതെന്റെ വീഡിയോ ഫസ്റ്റ് തൊട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും. 2 പിള്ളേരുണ്ട്, മാനേജ് ചെയ്യാൻ കുറച്ച് ടാസ്ക് ആണ്. അപ്പവും കൂടി ഇല്ലാത്തപ്പ കാരണം ഇപ്പൊ തന്നെ ഇവിടെ കണ്ട അവളുടെ അലക്കാനുള്ള ഡ്രസ്സ് എല്ലാം വലിച്ചു വാരിട്ട് കണ്ട അവിടെ ഐസ്ക്രീം എല്ലാം കേക്ക് എല്ലാം വാരി തേച്ചിക്കണം. ഇത് കാണുമ്പോ തന്നെ 2 വയസ്സുള്ള പിള്ളേരുള്ള അമ്മമാർക്ക് പറഞ്ഞ റിലേറ്റബിൾ ആയിരിക്കും. എന്റെ ഐറാപ്പിനെ കൊണ്ട് ശല്യമില്ല. മോള് എണീറ്റ് ഞാൻ മാത്രമുള്ള അലമ്പ്. അപ്പൊ ചുണ്ടണ്ട. അപ്പൊ ഇപ്പൊ ആക്കണ കാര്യം എന്താന്ന് വെച്ചാല് ആള് 10 മണി തൊട്ട് 3 മണി വരെയാണ് ഡേ കെയർ ഉള്ളത്. അപ്പത്തേക്ക് എന്റെ പണികളൊക്കെ അതിന് എനിക്ക് 2 വരെ മാനേജ് ചെയ്യാൻ പറ്റണ ഒരു സിറ്റുവേഷൻ ആവും. അപ്പത്തേക്കും പണികളൊക്കെ കഴിയും വീട്ടില്. 3 മണിയായാണ് ഇവിടെ യുദ്ധം രാവിലെ പോയി കഴിഞ്ഞാല്. അതുകൊണ്ടിട്ടാണ് സത്യം പറഞ്ഞ ഡേ കെയറിലാക്കണം. അല്ലെങ്കിൽ എനിക്ക് തന്നെ നോക്കാനുള്ളതേ ഉള്ളൂ. പണിയൊക്കെ എടുക്കുമ്പോ നോക്കാൻ പറ്റില്ലല്ലോ. പൊത്തിപ്പിടിക്കും നമ്മ കാണൂല. നമ്മ അടുക്കളയിൽ ഓരോന്നൊക്കെ ചെയ്യണവർക്ക് അപ്പവും ഉണ്ടാവൂല. എപ്പോഴും റൂമിൽ തന്നെ ഇങ്ങനെ വന്നിരിക്കേണ്ട വരും. കാണിക്കണണ്ട അങ്ങനത്തെ വെള്ളമാണ് കേസ്. തല്ലാൻ തോന്നൂല. അപ്പൊ തന്നെ അപ്പുച്ചി പറഞ്ഞിട്ട് പുന്നാരിക്കളി ഉമ്മിച്ചി അപ്പുച്ചി എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ചെറിയ ബേബി എണീറ്റിട്ടുണ്ട്. ആളെണീക്കുമ്പോ തന്നെ ചില്ലണണ്ട. കാപ്പി അവളെ ഒരാള് അപ്പു ചീത്ത പറഞ്ഞാ എന്റെ അടുത്തോട്ട് വരും. ഞാൻ ചീത്ത പറഞ്ഞ അപ്പുവിന്റെ അടുത്തോട്ട് വരും. അവസരവാദ്യം പക്ഷെ നമ്മൾ ഐറാപ്പ് അങ്ങനെയല്ല. ഐറാപ്പ് കരച്ചില് മാത്രമേ ഉള്ളൂ. ഇപ്പം ചിടുകൂട്ടാ ഐറാപ്പ് ചിണുങ്ങി തുടങ്ങി. ചിണുങ്ങി കഴിഞ്ഞാ പിന്നെ പിടിച്ചാൽ കിട്ടൂല. ചിണുങ്ങി ചിടുക്കാൻ പറ്റേ ക്യാമറയിലോട്ട് നോക്കി ബേബി. അപ്പൊ ഞാൻ എന്റെ ഐറബിമ്മിനെ എടുക്കട്ടെ. എന്ത് എന്താണ് ഹലോ ഹലോ ചായ കുടിച്ചാ ചോദിച്ചേ? ചായ കുടിച്ചാ? ആ മുടി താക്കി ചായ കുടിച്ചാ ചോദിക്കി? മമ്മ തിന്നാ ചോദിക്കി? പാല് കുടിച്ചാ? ചോറ് കഴിച്ചാ? പാല് കുടിച്ചാ? ഐസ്ക്രീം കഴിച്ചാ? ആ മമ്മ തിന്നാ? ആ ചോറ് തിന്നാ? പാല് കുടിച്ചാ ചോദിച്ചേ? ബേബിയുടെ ബേബിയോടെ ബേബി പോയാ? ബേബിയല്ലേ അടക്കടക്കണ? ഇന്ന് നേഴ്സറി പോയെന്നാണ് നേഴ്സറി പഠിപ്പിച്ച പാട്ട് പറഞ്ഞു. നേഴ്സറി എന്ത് പാട്ടാ പഠിപ്പിച്ച? ബേബി. നേഴ്സറി ഏത് പാട്ടാ പഠിപ്പിച്ച എന്റെ മോള? അപ്പൂച്ചോടെ അപ്പൂച്ചി പോയി. എല്ലാരും പോയി. ടാറ്റ പോവാ നമുക്ക്. മാമേ പോയി. ഇപ്പൊ ഉമ്മ ഷാജിയ പോയി. അഞ്ചു ദിയെ ആലാപ്പി പോയി. പിന്നെ ആർക്കുണ്ട്? കോള് ഉണ്ടല്ലോ വാപ്പിക്ക് വാപ്പിട്ടുണ്ട്. ഐറാനെടുക്കാൻ പാടില്ല, അവളെ മാത്രം എടുത്താൽ മതി പറഞ്ഞിട്ട് ഇപ്പോഴും അവളെടുക്കണം പുറത്തോട്ട് ഇറങ്ങുമ്പോ. ഇപ്പൊ നമ്മുടെ വീടിന്റെ വാപ്പിച്ചെടുക്കാം. നീ എന്താണെങ്കിൽ അപ്പൊ നമ്മുടെ വീടിന്റെ 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ള
സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ള എന്താ പറയണ നമ്മളെ 2 സ്റ്റോപ്പ് ആയിട്ടുള്ള ഒരു എന്തോ ഓഫറിന്റെ സംഭവം നടക്കണ്ട്. 189 രൂപ എല്ലാം പറഞ്ഞു. എന്ത് പർച്ചേസ് ചെയ്താലും 189. ഫ്രണ്ട് പോയി നോക്കാൻ പറഞ്ഞു. കാശ് കിട്ടും പറഞ്ഞു. അപ്പൊ വെറുതെ നമ്മ നാളെ പോയി നോക്കാന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇറങ്ങിയതാണ്. അവളെടുത്തേനപ്പൊ കണ്ട അവളുടെ കരച്ചിലൊക്കെ മാറി. എന്റെ മോൾ എടുക്കണ്ടേ? എന്റെ മോളല്ലത്. അവിടെ ചെന്നിട്ട് കാണിച്ചു. ഇവിടുന്നാണ് കഴിച്ചില്ല റുവാപ്പി 4 സ്റ്റെപ്പ് കറക്റ്റ് ഇറങ്ങാൻ നേരത്ത്. നമ്മടെ പഴയ വണ്ടിയാണത്. അല്ല നമ്മ ഫസ്റ്റ് നമ്മളെ കല്യാണം കഴിഞ്ഞപ്പെടുത്ത വണ്ടി. പക്ഷെ അത് പുതിയതാണ്ട. കാരണം അപ്പൊ കൊറേ പണിയിപ്പിച്ചിട്ടുണ്ട് അതില്. എപ്പോഴും ഓരോരോ പുതിയതാക്കി ഇതാക്കും. ഇപ്പോഴും പുതിയ പോലെ തന്നെ ഇരിക്കണം. അതിന്റെ മിററൊക്കെ പൂരിക്കളഞ്ഞു. അപ്പൊ ഒരെണ്ണം കൂടെ ഊരിക്കളഞ്ഞു. എന്താ നിനക്ക് എന്താണ്? മാങ്ങി ഫ്രിഡ്ജിനുള്ളിൽ എത്ര മാങ്ങിരിക്കണ്? നീ നാട്ടാരെ കൊണ്ട് വാപ്പിനെ ഇടി വിളിക്കോ? കേറ്. ഞാൻ കേറട്ടെ. നമുക്കിപ്പോ ഇവിടുന്ന് ഒരു കൊറിയർ എടുക്കാനുണ്ടായി. അപ്പൊ നമ്മ അതെടുക്കാൻ വേണ്ടി വന്നാണ്. ചെറുതായിട്ട് മഴ പെയ്യണ്ട്. ഇതിവിടെ ഞാൻ പഠിച്ച കോളേജൊക്കെ അവിടെ അടുത്ത് തന്നെയാണ്. ഇപ്പൊ പഠിച്ച സ്കൂളൊക്കെ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുക്കണമെന്നുണ്ടായി. കാരണം ചെറുതായിട്ട് മഴ. ഐറ ബേബി അച്ഛനോട് വിളിക്കാൻ പറയോ? പോയാ? ആ ബോളുണ്ടായി. അതിന്റെ മോക്കുള്ള കേട്ടാ. എന്റെ മോൾ എടുത്തിട്ട് വന്നിട്ട്. ആ ഓക്കെ ബാ. പോയി വന്നിട്ട് ഇവളെ വിളവ് കാണുന്നു. നമ്മടെ ഒന്ന് നോക്കിട്ട് അവളെ കാണണില്ല. നോക്കി പിന്നെ ഉള്ളിൽ കയറി കിടക്കണ്. കാണിക്കണ എന്ത് വെള്ളമാണ്. നാളെ തൊട്ട് എന്തായാലും രജിസ്റ്ററിലാക്കണം. നമ്മപ്പ അവിടുന്ന് മേടിച്ച സാധനങ്ങളാണ്. വന്ന് പറ. എനിക്ക് 189 വേർത്താണ് ഈ സംഭവങ്ങളൊക്കെ. വേണ്ട ചട്ടികൾ. അത് അയാണിന്റെ ആണോ? അയാണിന്റെ ഉണ്ടോ ചട്ടികൾ? അയാൺ ചട്ടികളാണോ? കൊള്ളാക്കറിയാം. ഇത് നല്ല നമ്മൾ ഇത് തുറന്നു നോക്കില്ല. ഇത് അത്ര ക്വാളിറ്റി ഇല്ലാത്ത പ്ലാസ്റ്റിക് ആണ്. അത് അയാണിന്റെ ആണെന്ന് തോന്നുന്നു. അറിയണവര് കമന്റ് ചെയ്യുക. നല്ല ഇതുണ്ട്, കട്ടിയുണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. 189 വർത്താണ് സംഭവങ്ങള്. അതില് ദോശ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കാം. പിന്നെ ചട്ടി, ചീനച്ചട്ടി ഇവിടെ ഉണ്ടായില്ല. മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി. ഇതൊരു നമുക്ക് എന്തെങ്കിലൊക്കെ വെച്ചിട്ട് മൂടി വെക്കാൻ പറ്റും സാധനം. നമുക്കൊരു എന്തെങ്കിലൊക്കെ ഇട്ട് വെക്കാലോ. പോലെ അതിന്
ഇങ്ങനത്തെ 5 ബോക്സ് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടൊക്കെ ഫ്രിഡ്ജില് മൂടി വെക്കാൻ പറ്റും. 189 തന്നു. കുറച്ചു നേരം കൂടെ നിക്കണോന്നെല്ലാം നോക്കി വെയിറ്റ് ചെയ്ത് കിട്ടണം. ഇതിപ്പോ നമ്മുടെ വീടിന്റെ 2 സ്റ്റോപ്പ് അങ്ങോട്ട് പോയാ മതി. 189 വർത്താണിത്. മറ്റേ ടീ കോഫി ഷുഗറിന്റെ സാധനമില്ലേ അത്. ഇത് അവിടെ കുറച്ചു നേരം കൂടെ നിന്നിട്ട് എല്ലായിടത്തും തപ്പി നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടെ ഐറ്റംസ് കിട്ടും. പിള്ളേരായിട്ട് നിന്നിട്ട് പറ്റൂല ഗൈസ്. പെട്ടെന്ന് ഇങ്ങോട്ട് 2 എണ്ണം. റുവാപ്പിയാണെങ്കിൽ ഭയങ്കര വിളവെല്ലാം വലിച്ചു വരണം. അയറാപ്പിയാണെങ്കിൽ കരച്ചില്. അയറാപ്പി പോന്നിട്ട് ഫീഡ് ചെയ്തിട്ട് കിടത്തി ഉറക്കി. പിന്നെ ഇങ്ങനത്തെ ഒരു ചെരുപ്പ് എല്ലാം സ്ലൈഡാ ഉള്ളത്. ഇങ്ങനത്തെ ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു ചെരുപ്പില്ല. 189 ഓക്കെയാണ്. ഫ്ലിപ്പ് ചെയ്ത് കിട്ടൂട്ടോ. പക്ഷെ അവൾക്കൊരു കാറ് വാങ്ങിച്ചല്ല റുവാപ്പിക്ക്. ദേ അവളുടെ ഇതില് അതിന്റെ സ്റ്റിക്കർ വന്നപ്പോ തന്നെ എല്ലാം കളഞ്ഞു. ഇത് വേണോന്ന് പറഞ്ഞിട്ട് കൊറേ ടോയ്സ് ഒക്കെ അവിടെ നിന്ന് എടുത്ത് ലാസ്റ്റ് ഇത് വേണോന്ന് പറഞ്ഞിട്ട് അപ്പൊ വാങ്ങിച്ചു കൊടുത്താണ്. ഇങ്ങനത്തെ ഒരു കാർ. ഇത്രയും സാധനങ്ങളാണ് കണ്ട അവിടെ എല്ലാം വലിച്ചുവാരിട്ട്. ഇത് വെറും പ്ലാസ്റ്റിക് ആണ്, പെട്ടെന്ന് ചീത്താവും. അത് പോലത്തല്ല. എനിക്ക് ഈ സാധനങ്ങൾ പോലത്താണ് 3 എണ്ണം. പിന്നെ നമുക്ക് അപ്പൊ തന്നെ വരാൻ ചെയ്ത് അരമണിക്കൂർ എടുത്തോ. ഇതില് 399 റേറ്റ് അടക്കണ്ട്. 189. പിന്നെ ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചത്. ജീപ്പല്ലേ ഇല്ല ചേട്ടാ. എനിക്ക് താങ്കൾ കാർഡ് എടുക്കും. കാർഡ് എടുക്കും. ഞാൻ കാർഡ് അതുകൊണ്ട് അപ്പൊ തന്നെ കാർഡ് എടുത്ത് അങ്ങ് വീശി. നമ്മപ്പോ രാത്രി ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാന്നായിരുന്നു പ്ലാൻ. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോയത് കാരണം അപ്പു ഒരു ബിരിയാണി മേടിച്ചിട്ട് വന്നു. അപ്പു ബിരിയാണി കഴിച്ച് കുറച്ച് എനിക്ക് വാരിത്തന്നു. പിന്നെ 2-3 കടികൾ മേടിച്ചു. ആ കടി കൊള്ളാർന്നല്ലേ വെജിറ്റബിൾ എന്ന് അവര് പറഞ്ഞത്. പക്ഷെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി. കട്ട്ലേറ്റും വെത്താണ്. ഒന്നാ നമുക്കില്ല പാനൊക്കെ ചീത്തായി. ചീനച്ചട്ടിയൊക്കെ ഇല്ല ചീത്താരിങ്ങനെ. 189 അവർ അതിനെ തരുള്ളൂ. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. നല്ല തിരക്കുണ്ടായി അവിടെ. കൈക്കെന്ത് പറ്റി പോട്ടെ. തലയിലൊക്കെ എന്താ അറിവാ. വലിയ ചീനച്ചട്ടി കൊറേ സാധനങ്ങളുണ്ട് അവിടെ. പിള്ളേരായിട്ടൊന്നും പോയാൽ നടക്കൂല. നമ്മ ഒറ്റക്കൊക്കെ പോയിട്ട് കൊറേ തപ്പി എടുക്കണം. അവിടെ ഇവിടെ ഒക്കെ ആക്കിട്ട് വേണം പോവാൻ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നല്ല ഉറങ്ങി എണീറ്റ്. 4 നല്ല ഉറക്കം വന്ന്. ഇപ്പൊ ടൈം ഒരു 9:30 മണിയാണ്. 7 മണിക്ക് തന്നെ എണീറ്റിട്ടാ. 6 മണിക്ക് കിടന്നിട്ട് ആയുർവേദ കടയുണ്ട്. അപ്പുണ്ടവിടെ. അപ്പൊ ഇപ്പൊ ഒരു 9:30 മണിയായി. അപ്പൊ രാത്രിത്തേക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണമല്ലോ. നമ്മൾ വിചാരിച്ച് തക്കറിയില്ല മറ്റേ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടാവില്ലേ. അപ്പൊ ആ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ പുതിയ നമ്മുടെ പാൻ ഉദ്ഘാടനം ചെയ്തു. ഇത് കൺഫേം ആയി ഗൈസ്. അയൺ പാത്രം തന്നെയാണ്. അയണിന്റെ പാത്രണ്ട്. ഇതാണ് സവാളിട്ട് വാട്ടിയപ്പോ ഇങ്ങനെ കറുത്ത് വന്നൂര് മനസ്സിലായി. നമ്മുടെ വീട്ടിലെ ഫുഡ് എപ്പോഴത്തെ ഫുഡ് കലക്കി ചുട്ടത് മൈദയുടെ ദോശ. നമുക്ക് ഉള്ളവാക്കിട്ടത് ചെയ്യണം. മഴയാതാണ്. രണ്ടെണ്ണോടെ കിടക്കണേ. ഒരെണ്ണത്തിനെ ചിലപ്പോ ഒരെണ്ണം കൊല്ലും. നല്ലതാണ് ഈ പാത്രം. അടിപിടിക്കണ പോലെയൊക്കെ ഉണ്ട്. 189 ഞാനല്ല എടുത്ത്. ഇത് സൂപ്പറാണ് പറഞ്ഞെടുത്തു. അപ്പൊ അവിടുത്തെ ഏതൊരു ചേച്ചിനോടൊക്കെ ചോദിച്ചിട്ട് ഏതാ നല്ലത്. എനിക്ക് നേരത്തെ ഇങ്ങനത്തെ പാത്രം പൊട്ടിയ എനിക്കും ഉണ്ടായില്ല.
നമ്മളപ്പ പെട്ടെന്ന് ഫുഡ് റെഡി ആക്കട്ടെ. ഫുഡ് റെഡി ആയി കഴിഞ്ഞിട്ട് കാണിക്കാം. ഗൈസ്, ഇതില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇയാൾക്കറിയാണെന്ന് അത് തെറ്റിദ്ധരിക്കണ്ട. അത് കുറച്ച് വറ്റിയിട്ട് വേണം ഇനി മുട്ട പൊട്ടിച്ച് വയ്ക്കാൻ. മുട്ട പുഴുങ്ങലല്ല, നമ്മള് മുട്ട പൊട്ടിച്ച് വയ്ക്കാന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഉണ്ടാക്കാറക്കുള്ളൂ. പിന്നെ ഇപ്പൊ കലക്കിച്ചിട്ടത് വേണ്ട ബ്രെഡ് ഉണ്ടായി. മറ്റേ ബ്രെഡ് ഞാനിപ്പോ ഓവനില് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മ ഒരു ദിവസം ഇങ്ങനത്തെ അപ്പൂര് ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കിയിട്ട് ബ്രെഡും കൂട്ടി കഴിച്ചപ്പോ നല്ല കോമ്പിനേഷൻ ആണ്. ബ്രെഡ് ഉണ്ടായപ്പോ അപ്പൂ പറഞ്ഞ കലക്കി ചൂടുണ്ട ബ്രെഡ് ചൂടാക്ക. പാത്രത്തെ കുറിച്ച് പറയാനാണെങ്കി പാത്രത്തിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായം തോന്നുന്നില്ല. 189 രൂപ മൊത്താണ്. വലിയൊരു ഇത് കിട്ടണില്ല. വലിയൊരു ക്വാളിറ്റി ഉണ്ടാവൂല. എന്തായാലും 189 രൂപ. ഇവള് പിന്നെ അയനാട് ഗീനാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് വലിയ അയനാട്ടും തോന്നിയിട്ടില്ല. കറുത്തന്നൊക്കെ പറഞ്ഞു. ആയികളിലാണ് ഇങ്ങനെ കറുത്ത നല്ലോണം ഞാൻ കഴുകിട്ടാ വെച്ച്. അതിന്റെ പെയിന്റ് അടികളൊക്കെ ഉണ്ടെങ്കിൽ ചൂടാവുമ്പോ അങ്ങനെ ഇളകി വരുന്നില്ല. അങ്ങനെ ഇളകി വരുന്നില്ല. 189 അത്രയും വോൾട്ടേജ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നീ വോൾട്ടുള്ള പാത്രം മേടിച്ചോലെ അങ്ങോട്ട് നിനക്ക് ഫീൽ ചെയ്യും. അയ്യറാപ്പിക്കാരുണ്ട്. അങ്ങനെ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. മുട്ട ഇങ്ങനെ പൊട്ടിച്ചു വെച്ച കറി കണ്ടിട്ടുണ്ടാവും അല്ലേ? അതല്ല, ചിലവര് ഇങ്ങനെ ഉണ്ടാക്കൂലല്ലോ, പുഴുങ്ങിയിട്ടല്ലേ ഉണ്ടാക്കുള്ളൂ. നമ്മുടെ ഐറാമ്പൂന് നമ്മ അടുക്കളയിലോട്ട് കൊണ്ടുവന്ന് അല്ലേ? ഐറാമ്പു അപ്പൊ ആൾക്ക് കലക്കിച്ചിട്ടത് വേണ്ട, മൈദ വെച്ചിട്ടുള്ള ദോശ വേണ്ട, ബ്രെഡ് മതി. ബ്രെഡ് ഓൾറെഡി ഉണ്ടായി. അപ്പൊ അത് ഞാൻ ഓവനിൽ ചൂടാക്കാൻ വേണ്ടി കണ്ട കുറച്ച് കറുത്ത് തന്നെ ഉണ്ടാ. പെയിന്റ് അങ്ങനെയുള്ള കയറിയില്ല. നല്ലോണം ഞാൻ കഴുകിയിട്ടാണ് വെച്ചത്. അങ്ങനത്തെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. 180 എന്താണ് ബ്ലഡ് വെക്കും. അയൺ പാത്രം ഇത്ര ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ബ്ലഡ് വെക്കണം. അപ്പൊ കറുത്ത പാത്രം അയാൾ ബ്ലഡ് അങ്ങനെ ഉണ്ട്. എനിക്കറിയാം, ഞാനും വേറെപ്പോഴാണ് ആദ്യമായിട്ട് അറിയണത് അയാൾ പാത്രം ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ഇത്ര മറ്റേ അനാറും മറ്റേ ഇതൊക്കെ ഉണ്ടായിട്ട് ബ്ലഡ് വെക്കുള്ള ഓരോരുത്തർക്ക്. അപ്പൊ ഈ ഇങ്ങനത്തെ പാത്രം ബ്ലഡ് വെക്കാക്കി കണ്ട ഒരു പാത്രം കറുത്ത അതിന് കറുത്ത ബ്ലഡ് വെക്കും. ഇത് കണ്ടിട്ട് ഭയങ്കര ക്വാണ്ടിറ്റി ഉള്ള പോലെ അല്ലേ? ആകെ ഇത്രേ ഉള്ളൂ, ഭയങ്കര ഇത്രേ ഉള്ളു, തിന്നായിട്ട് അങ്ങനെ. അപ്പൊ ഇതാവട്ടെ കേസ്. എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ബ്രെഡ് വിത്ത് പിന്നെന്താ പറയണ എഗ് പൊട്ടിച്ചു വെച്ച കറി. ഇങ്ങനെ തിരുമ്പിയായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒന്ന് കമന്റ് ചെയ്യണം. നമുക്ക് അറിയാത്ത കൊണ്ടാ ചോദിക്കണം. നമ്മ ഒരാളുടെ ബിസിനസ് തകർക്കാനാ ഇതാക്കാനാ നോക്കണില്ല. നമുക്ക് അറിയൂല. പ്രോട്ടീൻ റിച്ച് ഒക്കെ കിട്ടും നിങ്ങൾ പറയണേ. അയാളാണ് കാൽസ്യം എന്നൊക്കെ പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല ചട്ടിന്ന് ഇങ്ങനെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോ അയണൊക്കെ ചോര ബ്ലഡ് വെക്കുന്നൊക്കെ. അങ്ങനെ ഉണ്ടോ? ഇങ്ങനെ ഉണ്ട്. ആര് പറഞ്ഞു? എനിക്കറിഞ്ഞൂടാ. ഞാൻ ഒരാളുടെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനത്തെ ചട്ടി വാങ്ങാൻ കിട്ടും. ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കണം. കറുത്തിരുന്നിട്ടേ അതായിരിക്കും. ഉമ്മീനോട് ചോദിച്ചു. ഉമ്മയും പറഞ്ഞത് തന്നെയാണ് അയാളാണ്. എനിക്ക് ഇവിടെ ഏറ്റവും പിടിക്കാം. എനിക്കത് ഇതില്ല. ഉമ്മയെ ഇവള് പറഞ്ഞ ഏറ്റവും കൂടി പിടിക്കും. തരാട്ടോ. അപ്പൊ നമ്മ ഫുഡ് കഴിച്ചതിന് കൊറേ നേരം നമ്മ വർത്താനൊക്കെ പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് പിന്നെയും വിശക്കണ്. കോലം കണ്ടോള. കാരണം നമ്മ നേരത്തെ കൊറേ നേരം കിടന്നുറങ്ങിയാറ് ഉറക്കവും മഞ്ഞില്ല. പിന്നെ വിശന്നോണ്ട് അപ്പൊ സെപ്റ്റോന്ന്
ഇപ്പൊ ബർഗർ വേണം ആൾക്ക് പെട്ടെന്നൊരു ഇത്. എനിക്കും വിശക്കുണ്ട്, ആൾക്ക് പെട്ടെന്ന് എല്ലാവർക്കും വിശക്കുണ്ട്. എല്ലാവർക്കും വിശക്കണ്ട. അപ്പൊ നമ്മൾ സെപ്റ്റോന്ന് ഓർഡർ ചെയ്തു. പക്ഷെ നമ്മുടെ വീടിന് ഇങ്ങോട്ട് വരൂല്ല സെപ്റ്റോ. സൊമാറ്റോ വരില്ല, സ്വിഗ്ഗിയും വരില്ല, സെപ്റ്റോ വരും, ഒന്നും വരില്ല. ഇപ്പൊ അവള് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഇവന് എല്ലാ പോലെ ഭയങ്കര തീറ്റകളാണ്. എല്ലാരും കഴിക്കും കഴിച്ചൂടാ ഈ രാത്രി ടൈമിലേക്കാ. നമുക്ക് രാത്രിയാണ് കൂടുതൽ വിശപ്പ്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് അവിടെ പോയി സെപ്റ്റോന്ന് സാധനങ്ങൾ പോയി വാങ്ങണം. ഇവിടെ വരൂല. അപ്പൊ ഇങ്ങോട്ട് വരൂല, ഇങ്ങോട്ട് സ്വിഗ്ഗി വരില്ല, സൊമാറ്റോ വരില്ല. ഈ ഉള്ളിലോട്ട് കുറച്ച് ഉള്ളിലോട്ട് ഇങ്ങോട്ട് വരുമോ? സൊമാറ്റോ സ്വിഗ്ഗിയും വരും. എക്സ്ട്രാ പൈസ ആഡ് ചെയ്യണോ? സെപ്റ്റോ വരില്ല. സെപ്റ്റോ ഇൻസ്റ്റാൾമെന്റ് വരില്ല. അപ്പൊ നമ്മിപ്പോ അവിടെ പോയിട്ട് ബർഗറിനുള്ള പാറ്റിയും ബർഗർ ബണ്ണും മയോണൈസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മ പോയി വാങ്ങാനാണ്. ഇപ്പൊ ടൈം 12:30 മണിയായിട്ട് രാത്രി. പിന്നെ കഴിച്ചിട്ട് അങ്ങനെ നമ്മ തിരിച്ച് വീട്ടിലെത്തി. സാധനങ്ങള് നമ്മ ഇവിടെ എത്താറയപ്പോ നല്ല മഴ പെയ്ത് പെട്ടെന്ന്. അപ്പൊ സ്പീഡിന് വണ്ടി എടുത്തിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. ഇതൊരു ബേബിക്ക് നാളെ സ്നാക്ക് കൊണ്ടാണൊന്നും ഉണ്ടായില്ല. മയോണൈസ് വാങ്ങിച്ചില്ലേ? അപ്പൊ നമ്മ രണ്ടാമത്തെ ഫുഡ് റെഡിയാക്കട്ടെ ഗൈസ്. റെഡിയാക്കിട്ട് കാണിച്ചു ഗൈസ്. അങ്ങനെ രാത്രി 12:59, 1 മണി അടുക്കായി. സിമ്പിൾ നമ്മുടെ തട്ടിക്കൂട്ട് ബർഗർ, സവാള തക്കാളി. ഇവിടെ ബർഗർ ഇടന്നും വരികയാണ് കേട്ടോ. പാറ്റി ആദ്യം ഫസ്റ്റ് ടൊമാറ്റോ സോസും മയോണൈസും കൂടെ മിക്സ് ചെയ്തത് റംസിന്റെ സ്പെഷ്യൽ റെമഡിയാണ്. ഞാൻ അതിലാണ് വീണ് പോയത് മെയിനായിട്ട്. സ്പെഷ്യൽ റെസിപ്പി. മെയിനായിട്ട് ഞാൻ അതിലാണ് വീണ് പോയത്. എനിക്ക് ബർഗർ ഉണ്ടാക്കി തരും മുമ്പ് ആ വള്ളത്തിലുള്ളത് അതിനാണ് വീണ് പോയത് അല്ലേ? ഇല്ല, അമ്മ ചെളായി കിടന്നൊക്കെ ഉണ്ടാക്കും. അപ്പൊ ഈ സെപ്റ്റോകൾ പള്ളിക്കുന്ന ഫസ്റ്റ് ഉണ്ടാക്കണം. ചുള്ളിക്കുന്ന ഫസ്റ്റ് ഉണ്ടാക്കും. ചുള്ളിക്കാൻ വീട്ടിൽ താമസിക്കുന്നത്. എഗ്ലെസ് ആണ്. ഞാൻ നോക്കിയൊന്നുമില്ല. ഞാൻ സെപ്റ്റില് മേടിച്ചു. റാപ്പി ഇവിടെ ഉണ്ട്. റാപ്പി അവിടെ കരച്ചിൽ തുടങ്ങി. അപ്പൊ നമ്മ അങ്ങോട്ട് പോയിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് നോക്ക്. കണ്ട പിന്നെ എന്റെ മോള് പിന്നെ കൂളാണ് കഴിച്ച. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പാതിരായാലും അവ ഉറപ്പില്ല. നാളെ കയറി പോയില്ലേ മോള്? ഞാനില്ല എന്ത് നാളെ പോണം. പല്ലിശി കണ്ട. ഓ കണ്ട അടിക്കണുണ്ടോ? കണ്ട ഗൈസ്. നാളെ നഴ്സറി പോണം. നീ ഇരിക്കലേ. ഐറാപ്പിക്കാരുണ്ട്. ഐറാപ്പിനെ നോക്കട്ടെ വാപ്പി. ഐറാപ്പിക്കാരുണ്ട. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഫുഡ് അടിയും തുടങ്ങി. നിങ്ങൾ ബാക്കിൽ എന്താണ്? അവള് പോയി എടുത്തിട്ട് വന്നാണ് എഗ് ട്രേ. നമ്മുടെ ആ റൂമാണ് നമുക്ക് കംഫർട്ട് ആണ്. നമ്മ റൂമിൽ നിന്ന് എല്ലായിരുന്നു കഴിക്കണം. കംഫർട്ട് ആയിട്ട് വരും. പിന്നെ എന്താ പറയാ പോന്ന, ക്യാബേജ് ഒന്നും വെച്ചില്ല. സിമ്പിൾ ഓണിയൻ ടൊമാറ്റോ പാറ്റി മയോണൈസ് കെച്ചപ്പ്. ഒരു സിമ്പിൾ ബർഗർ. എന്തും പറഞ്ഞു ബർഗർ ഉണ്ടാക്കി തന്നെ നമ്മള് വീട്ടിൽ തന്നെ. പിന്നെ കല്യാണത്തിന് മുമ്പ് ബർഗർ ഉണ്ടാക്കി തന്നോണ്ടിരിക്കണല്ലോ. കല്യാണത്തിന് മുന്നൊക്കെയായിരുന്നു എനിക്ക് ഉണ്ടാക്കി തന്നോണ്ടിരിക്കണം. അത് വേറെ ഒന്നല്ല, നമുക്ക് അസെൻസില്ല. അപ്പൊ നോമ്പിന്റെ ടൈമിൽ എന്തോ അപ്പൊ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഒരു ദിവസം എന്തോ ചോദിച്ചു സ്നാക്ക് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഉണ്ടാക്കി തരുമെന്ന് എന്തോ. അപ്പൊ ഞാൻ പിറ്റേ ദിവസം അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. ആൾക്കാര് കേൾക്കുമ്പോ തെറ്റിദ്ധരിക്കും. ഞാൻ തന്നെ ഉണ്ടാക്കിയത്. അപ്പൊ ഫുഡ് കഴിക്കട്ടെ ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരെ സ്റ്റേ ട്യൂൺ. ബൈ.